കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവ് ആയ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട്. 7592939616 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, നോട്ട് ചെയ്ത് വെക്കുക. 7592939616. So all the best for your upcoming IGNO exams. Thank you. ഹലോ എവ്രിവൺ, നന്ദ. സോ ഇന്ന് നമ്മൾ ഇഗ്നോയിലെ കോമൺ പേപ്പറായ BGLA 135 ഇംഗ്ലീഷ് ഇൻ ഡെയിലി ലൈഫിന്റെ ഒരു PYQ അനാലിസിസ് ആണ് ഈ ഒരു സെഷനിൽ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ സിലബസിന്റെ ഒരു ഓവർവ്യൂ ആണ്. സോ ഈ BEGLA 135 ഇംഗ്ലീഷ് ഇൻ ഡെയിലി ലൈഫ് എന്ന് പറഞ്ഞ പേപ്പർ 4 ബ്ലോക്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഈച്ച് ബ്ലോക്കിലും 4 യൂണിറ്റ്സ് ആണ് അടങ്ങിയിട്ടുള്ളത്. സോ ഓരോ യൂണിറ്റും ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിന്റെ വേരിയസ് ആസ്പെക്ട്സ് ആണ് കവർ ചെയ്യുന്നത്, വിച്ച് ഇസ് ഇൻക്ലൂഡിങ് റീഡിംഗ്, റൈറ്റിംഗ്, ലിസണിംഗ്, സ്പീക്കിംഗ്, ഗ്രാമർ, വൊക്കാബുലറി ആൻഡ് പ്രൊനൗൺസിയേഷൻ. ഇനി നമുക്ക് ഈ ഒരു ടോപ്പിക്സിന്റെ ഒരു സമ്മറി നോക്കാം. ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഗ്രീറ്റിംഗ്സ് ആൻഡ് ഗുഡ് ബൈ ആണ്. സോ അതിൽ വരുന്ന ഫസ്റ്റ് യൂണിറ്റ് സ്റ്റാർട്ടിംഗ് ആൻഡ് എൻഡിങ് കോൺവെർസേഷൻസ്, സ്മോൾ സോഷ്യൽ ടോക്ക്, ഫീലിംഗ്സ്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, അതായത് ബോഡി ലാംഗ്വേജ്. ഇനി ബ്ലോക്ക് 2 ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്, ഡിസ്ക്രൈബിംഗ് ഡെയിലി ഇവന്റ്, മണി മാറ്റേഴ്സ്, പബ്ലിക് സർവീസസ്. ഇനി ബ്ലോക്ക് 3 മീഡിയ ആൻഡ് എന്റർടൈൻമെന്റ്, ദ മീഡിയ, ദ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്സ് ഓഫ് തായ്ലൻഡ്, people at work, smell of food. സോ ഈ ഒരു നാല് യൂണിറ്റ്സ് ആണ് ഇതിൽ വരുന്നത്. ആൻഡ് ബ്ലോക്ക് 4 ബേണിംഗ് ഇഷ്യൂസിൽ സോഷ്യൽ ഇൻജസ്റ്റിസ്, മേക്ക് പീസ് നോട്ട് വാർ, യങ് ലീഡേഴ്സ്, ഡൂയിങ് അവേ വിത്ത് എക്സാംസ്. സോ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ബേസിക്കലി ഈ ഒരു യൂണിറ്റിൽ ഈ ഒരു പേപ്പറിൽ അടങ്ങിയിട്ടുള്ളത്. ഇനി ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ് ഇൻ പ്രീവിയസ് എക്സാമിനേഷൻസ്. സോ ജൂൺ 2022 ഡിസംബർ 2022 അതുപോലെ തന്നെ ജൂൺ 2023 വെറൈറ്റി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് റീഡിംഗ് കോംപ്രിഹെൻഷൻസ് ആണ്. അതായത് ഒരു പാസേജ് തന്നിട്ട് അതിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യുക. സോ അതിൽ കുട്ടികളുടെ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡും ഇന്റർപ്രറ്റ് റിട്ടൺ ടെക്സ്റ്റ്. സോ ആ ഒരു എബിലിറ്റി ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. വൊക്കാബുലറി ബേസ്ഡ് ക്വസ്റ്റ്യൻസും സെന്റൻസ് ഫോർമേഷനും അതിൽ നിന്ന് വന്നിട്ടുണ്ട്. ഈ റൈറ്റിംഗ് ടാസ്ക് ആണ് നെക്സ്റ്റ് സെഷൻ. സോ അതിൽ ഷോർട്ട് ഒരു ഗിവൺ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഷോർട്ട് നോട്ട്സും പാരഗ്രാഫ്സും എഴുതാൻ വേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രിയേറ്റീവ് റൈറ്റിംഗ് ടാസ്ക്സ് ആയ ഡയറി എൻട്രി, ഡയലോഗ്, സ്പീച്ചസ് ഇതൊക്കെ വന്നിട്ടുണ്ട്. ഇനി തേർഡ് സെക്ഷൻ എന്ന് പറയുന്നത് ഗ്രാമർ ആൻഡ് വൊക്കാബുലറി ആണ്. അതിൽ നിന്ന് ഫില്ലിംഗ് ദി ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു വേർബ്സിന്റെയും പ്രിപ്പോസിഷൻസ്, ആർട്ടിക്കിൾസ്, മോഡൽസ്, ഫ്രേസൽ വേർബ്സ്, സോ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള നോളജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫില്ലിംഗ് ദി ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ് ആണ് അതിൽ നിന്ന് വന്നിട്ടുള്ളത്. ദെൻ ഇനി അതുപോലെ തന്നെ സെന്റൻസ് കംപ്ലീഷന്, അതുപോലെ തന്നെ ട്രാൻസ്ഫോർമേഷൻ എക്സസൈസസും അതിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇനി ലിസണിങ് ആൻഡ് സ്പീക്കിംഗിൽ നിന്നും ഓൾദോ അതിൽ നിന്നും ഒരു എക്സ്പ്ലിസിറ്റ്ലി വന്നിട്ടില്ലെങ്കിൽ കൂടി എന്താ പറയാ, ചില ഏരിയാസ് അതിനെ ഫോക്കസ് ചെയ്തിട്ട് പ്രാക്ടിക്കൽ എക്സസൈസസ് വന്നിട്ടുണ്ട്. ഇനി കവറേജ് ഓഫ് സിലബസ് ടോപ്പിക്സ് നോക്കുകയാണെങ്കിൽ ഒരു ബ്രോഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സ്, ഈ സിലബസിൽ നിന്നുള്ള ഒരു ബ്രോഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സ് തന്നെ കവർ ചെയ്തിട്ടുണ്ട്. അതിൽ കുട്ടികളിൽ ആ ഒരു ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള സ്കിൽസും നോളജും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സ് സിലബസിൽ നിന്നും ഈ ഒരു എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനും കവർ ചെയ്തിട്ടുണ്ട്. ദെൻ നോട്ടബിൾ ഏരിയാസ് കവർ ചെയ്തിട്ടുള്ള നോട്ടബിൾ ഏരിയാസ് ഏതൊക്കെയാന്ന് വെച്ചാൽ റീഡിംഗ് കോംപ്രിഹെൻഷൻസ്, അതിന് പേഴ്സണൽ ഡെവലപ്മെന്റ്, ടൈം മാനേജ്മെന്റ്, ഹിസ്റ്റോറിക്കൽ അക്കൗണ്ട്സ്, ഈ ഒരു ടോപ്പിക്സിനൊക്കെ ബേസ് ചെയ്തിട്ട് പാസേജസ് വന്നിട്ടുണ്ട്. ഇനി റൈറ്റിംഗ് സ്കിൽസ് നോക്കുകയാണെങ്കിൽ അത് ഓരോ ടാസ്ക് ആണ്. ഈ കുട്ടികൾക്ക് അവരുടെ തോട്ട്സും അവരുടെ ഓരോ കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിയർലി ആൻഡ് കോൺസൈസ്ലി എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടാസ്ക് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഗ്രാമർ നോക്കുകയാണെങ്കിൽ
ഈച്ച് ഗ്രാമാറ്റിക്കൽ ആസ്പെക്ട്സിനെ കുറിച്ചിട്ട് എത്രത്തോളം അറിയാം എന്നുള്ളത് സ്ട്രോങ് ആയിട്ട് തന്നെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. വൊക്കാബുലറി നോക്കുകയാണെങ്കിൽ കറക്റ്റ് യൂസേജ് ഓഫ് വൊക്കാബുലറിയും അണ്ടർസ്റ്റാൻഡിങ് വിത്തിൻ ദ കോണ്ടെക്സ്റ്റ്, ഒരു കോണ്ടെക്സ്റ്റിൽ എത്രത്തോളം വേർഡ്സ്, അതിന്റെ കറക്റ്റ് യൂസേജ് എന്നൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി പാറ്റേൺസ് ആൻഡ് ട്രെൻഡ്സ് നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൊവൈഡ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് ബേസ് ചെയ്തിട്ട് കുറച്ച് പാറ്റേൺസും ട്രെൻഡ്സും ആണ് എമേർജ് ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് കൺസിസ്റ്റൻസി ഇൻ ക്വസ്റ്റ്യൻ ടൈപ്പ്. Each exam consistently includes sections from reading comprehension, grammar, vocabulary and writing skills. So ഈ ഒരു കൺസിസ്റ്റന്റ് ഫോമിൽ തന്നെയാണ് ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വന്നിട്ടുള്ളത്. ഇനി ബാലൻസ്ഡ് കവറേജ് ആണ്. എല്ലാ 4 ബ്ലോക്സും ഈ ഒരു സിലബസിൽ നിന്ന് അവർ കവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് സ്റ്റുഡൻസ് ആർ ടെസ്റ്റഡ് ഓൺ വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സ് ആൻഡ് സ്കിൽസ്. ഇനി എംഫസിസ് ഓൺ പ്രാക്ടിക്കൽ യൂസേജ് നോക്കുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഒരു പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ബേസ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ഓഫ് ലാംഗ്വേജ് സ്കിൽസ് ആണ്. അതായത് റൈറ്റിംഗ് ഡയലോഗ്സ്, ഡിസ്ക്രൈബിംഗ് പേഴ്സണൽ എക്സ്പീരിയൻസസ്. സോ ഇതൊക്കെ ഒരു പ്രാക്ടിക്കൽ നോളജ് ബേസ്ഡ് ആണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഇനി നോട്ടബിൾ ഒബ്സർവേഷൻസ് എന്തൊക്കെയാന്ന് വെച്ചാൽ ഇന്റഗ്രേഷൻ ഓഫ് റിയൽ ലൈഫ് സിനാരിയോസ്. നമുക്ക് ഒബ്സർവ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻസ് കൂടുതലും റിയൽ ലൈഫ് സിനാരിയോസിനെ ബേസ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ബിക്കോസ് ആ ഒരു ലേണിംഗ് പ്രോസസ്സ് റെലവെന്റും പ്രാക്ടിക്കലും ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ക്വസ്റ്റ്യൻസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി കോംപ്രിഹെൻസീവ് സ്കിൽ ടെസ്റ്റിംഗ്. സോ ദ എക്സാംസ് ആർ സ്ട്രക്ചർഡ് ടു ടെസ്റ്റ് എ കോംപ്രിഹെൻസീവ് സെറ്റ് ഓഫ് സ്കിൽസ് ആണ്. അതായത് ബേസിക് ഗ്രാമർ മുതൽ അഡ്വാൻസ് റൈറ്റിംഗ് ആൻഡ് കോംപ്രിഹെൻഷൻ സ്കിൽസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ടൈപ്പ് ഓഫ് എക്സാംസ് ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. ഇനി ഫോക്കസ് ഓൺ കമ്മ്യൂണിക്കേഷൻ. സോ ഇവിടെ കുട്ടികളുടെ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാൻ ഉള്ളൊരു എന്താ പറയുക എയിം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ടുവരുന്നുണ്ട്. കാരണം ബോത്ത് റിട്ടൺ ആൻഡ് സ്പോക്കൺ. സോ ആ ഒരു ബേസിക് എന്താ പറയാ എയിം വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത് വെൽ സ്ട്രക്ചേർഡ് ആണ് ടു പ്രൊവൈഡ് സ്റ്റുഡൻസ് വിത്ത് തെറോ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് പ്രാക്ടിക്കൽ നോളജ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇനി ക്വസ്റ്റ്യൻസ് എന്താ പറയാ വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സ് കവർ ചെയ്യുന്നുണ്ട്. എൻഷുറിംഗ് സ്റ്റുഡൻസ് ആർ വെൽ പ്രിപ്പയർഡ് ഫോർ റിയൽ ലൈഫ് കമ്മ്യൂണിക്കേഷൻ ചാലഞ്ചസ്. So this preliminary analysis provide a foundation for further detailed study and improvement of the course and its assessment methods. Moving on. So ഇത് എന്താ പറയുക ബ്ലോക്കിന്റെ വെയിറ്റേജ് അനാലിസിസ് ആണ്. ഈ ഒരു ഗ്രാഫിൽ എന്താ പറയുക എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ബ്ലോക്കിൽ നിന്ന് വന്നു, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഇയേഴ്സ് കാണിച്ചിട്ടാണ് ഏതൊക്കെ ഇയറിൽ ഏതൊക്കെ ബ്ലോക്സ് ആണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഇനി നോട്ടബിൾ ഒബ്സർവേഷൻ നോക്കുകയാണെങ്കിൽ സോ ആ ഒരു ഗ്രാഫിന് ബേസ് ചെയ്തിട്ടുള്ള ഒബ്സർവേഷൻ ആണ് ഇവിടെ. സോ അതിൽ ഗ്രീറ്റിംഗ്സ് ആൻഡ് ഗുഡ് ബൈ എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്നും എന്താ പറയാ ബ്ലോക്കിൽ നിന്നും റിലേറ്റീവ്ലി ഹൈ ക്വസ്റ്റ്യൻസ് ആണ്, ഹൈ ആൻഡ് കൺസിസ്റ്റന്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എല്ലാ എക്സാംസിനും. സോ ഇതിനൊരു സ്ട്രോങ് ഫോക്കസ് നിങ്ങൾ കൊടുക്കണം. ദെൻ ദ വേൾഡ് അറൗണ്ട് അസ് എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്നും ഫ്ലക്ച്വേഷൻ ആണ്, ബട്ട് ദിസ് ജനറലി മെയിൻ ഹൈ സിഗ്നിഫിക്കൻസ് പ്രസൻസ് ഇൻ എക്സാംസ്. സോ ഇതിൽ നിന്നും ഈ ഒരു ബ്ലോക്കിൽ നിന്നും അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇനി മീഡിയ ആൻഡ് എന്റർടൈൻമെന്റ് നോക്കുകയാണെങ്കിൽ ഈ ബ്ലോക്കിൽ ഫ്യൂവർ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. എസ്പെഷ്യലി ജൂൺ 2023 എക്സാമിന് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ നിന്ന് വന്നിട്ടുള്ളൂ. ഇനി ബേണിംഗ് ഇഷ്യൂസ് നോക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് ബ്ലോക്ക് ഷോസ് വേരിയബിലിറ്റി ബട്ട് ജനറലി മെയിൻറ്റെയിൻ എ സബ്സ്റ്റാൻഷ്യൽ പ്രൊപ്പോർഷൻ. സോ വേരിയബിലിറ്റി ഉണ്ട്, ചിലപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, അല്ലാത്തപ്പോൾ അങ്ങനെ ചോദിക്കുന്നില്ല, ബട്ട് സ്റ്റിൽ ഇതിലും ഫോക്കസ് കൊടുക്കണം. ഇനി കൺക്ലൂഷന് കൺസിസ്റ്റന്റ് ഹൈ ഫ്രീക്വൻസി. സോ കൺസിസ്റ്റന്റ്ലി ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ഗ്രീറ്റിംഗ്സ് ആൻഡ് ഗുഡ് ബൈ എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്നാണ്. ലോവർ ഫ്രീക്വൻസി നോക്കുകയാണെങ്കിൽ മീഡിയ ആൻഡ് എന്റർടൈൻമെന്റിന് അത്ര വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. ഇനി വേരിയബിലിറ്റി ആണെങ്കിൽ the distribution of questions can vary between exams, highlighting possible shift in focus and adjustment in exam design. So ഇവിടെ നമുക്ക് വേരിയബിലിറ്റി നമുക്കറിയാം, ഓരോ ക്വസ്റ്റ്യൻ ഓരോ എക്സാമിലും ഡിഫറെന്റ് ഫോക്കസ് ഏരിയാസ് ആണ് വരുന്നത്. സോ ഈ ഒരു അനാലിസിസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താ വെച്ചാൽ ഏതൊക്കെ ഏരിയാസ് നിന്നാണ് കൂടുതലും വരുന്നത്, അതുപോലെ തന്നെ ഏതൊക്കെ ഏരിയാസ് ആണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇനി യൂണിറ്റ് വൈസ് അനാലിസിസ് നോക്കുകയാണെങ്കിൽ സോ ഇതൊരു യൂണിറ്റ് വൈസ് അനാലിസിസ് ആണ്, അതിന്റെ ഒരു ഗ്രാഫാണ്. സോ ഈ ഒരു എന്താ പറയുക ജൂൺ 2022, ഡിസംബർ 2022, അതുപോലെ ജൂൺ 2023 ഈ ഒരു എക്സാം പീരീഡിൽ എത്രത്തോളം യൂണിറ്റ്സ് നിന്നാണ് ക്വസ്റ്റ്യൻസ്, ഏതൊക്കെ യൂണിറ്റ്സ് നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നത് എന്നുള്ളതിന്റെ ഒരു അനാലിസിസ് ആണ്. അതിന്റെ കീ ഒബ്സർവേഷൻസ്, അതായത് ഈ ഗ്രാഫിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കീ ഒബ്സർവേഷൻ എന്താണെന്ന് വെച്ചാൽ
ഹൈ ഫ്രീക്വൻസി യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കിലെ സ്റ്റാർട്ടിംഗ് ആൻഡ് എൻഡിങ് കോൺവെർസേഷൻ ആണ്. അതിൽ നിന്ന് കൺസിസ്റ്റന്റ്ലി ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ എക്സാമിലും ഈ ഒരു യൂണിറ്റ് നന്നായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്, അതായത് അഗെയിൻ യൂണിറ്റ് 1 ബ്ലോക്ക് 1 ഒരു യൂണിറ്റ് ആണ്. അതിൽ നിന്നും ഹയർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുപോലെ യങ് ലീഡേഴ്സ് ബ്ലോക്ക് 4 നിന്നാണ്. ഷോസ് എ സ്ട്രോങ് പ്രസൻസ് ഇൻ പെർട്ടിക്കുലർലി ഇൻ ജൂൺ 2022 ആൻഡ് ജൂൺ 2023. സോ ഈ 2 എക്സാംസിന് അതിൽ നിന്നും അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇനി മോഡറേറ്റ് ഫ്രീക്വൻസി നോക്കുകയാണെങ്കിൽ സോഷ്യൽ സ്മോൾ ടോക്ക്, ഫീലിംഗ്സ്, ഡിസ്ക്രൈബിംഗ് ഡെയിലി ഇവന്റ്സ്, മണി മാറ്റേഴ്സ് ആൻഡ് പബ്ലിക് സർവീസ്, ഈ ഒരു യൂണിറ്റിൽ നിന്നൊക്കെ ഒരു മോഡറേറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇനി ഏറ്റവും കുറവ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ദ മീഡിയ, ദ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്സ് ഓഫ് തായ്ലൻഡ്, പീപ്പിൾ അറ്റ് വർക്ക് ആൻഡ് സ്മെൽ ഓഫ് ഫുഡ്. സോ ഈ ഒരു യൂണിറ്റ്സ് നിന്നാണ് കുറച്ചധികം ഫ്യൂവർ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഇനി കൺസിസ്റ്റൻസി അക്രോസ് എക്സാംസ്, എല്ലാ എക്സാംസ് ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ സം യൂണിറ്റ്സ് ലൈക്ക് സോഷ്യൽ ഇൻജസ്റ്റിസ്, ഡൂയിങ് away with exams appear consistently but with a moderate question. So social injustice എന്ന് പറയുന്ന യൂണിറ്റും അതുപോലെ ഡൂയിങ് away with exams എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റിൽ നിന്നും അത്യാവശ്യം ക്വസ്റ്റ്യൻസ് എല്ലാ എക്സാമും ആ യൂണിറ്റ് കവർ ചെയ്യുന്നുണ്ടെങ്കിലും അധികം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നില്ല. ബട്ട് സ്റ്റിൽ എല്ലാ എക്സാംസിലും ആ യൂണിറ്റിനെ കുറിച്ചിട്ട് വരുന്നുണ്ട്. ഇനി ഹീറ്റ് മാപ്പ്, അതായത് ഈ ഒരു ഹീറ്റ് മാപ്പ് വെച്ച് നമുക്ക് ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ വാരിയബിലിറ്റിയും ട്രെൻഡ്സും ഉണ്ട്. ഡിഫറെന്റ് യൂണിറ്റ്സ് ഡിഫറെന്റ് ടൈമിൽ ചോദിക്കുന്നുണ്ട്. പക്ഷെ സ്റ്റാർട്ടിംഗ് ആൻഡ് എൻഡിങ് കോൺവെർസേഷനും ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ എക്സാംസിലും നന്നായിട്ട് ഫോക്കസ് കൊടുത്തിട്ട് അതിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പക്ഷെ ലൈക്ക് മീഡിയ ആൻഡ് എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റ് ഏരിയയിൽ നിന്നും കമ്പാരിറ്റീവ്ലി ലെസ് ക്വസ്റ്റ്യൻസ് ആണ് എല്ലാ എക്സാംസിനും ചോദിച്ചിട്ടുള്ളത്. ഇനി ടോപ്പിക് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണിത്. സോ ഈ ഒരു ഗ്രാഫിനെ ബേസ് ചെയ്തിട്ടുള്ള ഒബ്സർവേഷൻ ആണ് അടിയിൽ കൊടുത്തിട്ടുള്ളത്. കൺസിസ്റ്റന്റ് കവറേജ് നോക്കാൻ ടോപ്പിക് സച്ച് ആസ് വാം അപ്പ്, റീഡിംഗ് കോംപ്രിഹെൻഷൻ, വൊക്കാബുലറി, ഗ്രാമർ. സോ ഇത് മെയിൻലി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കൺസിസ്റ്റന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഹൈ ഫ്രീക്വൻസി നോക്കുകയാണെങ്കിൽ വാം അപ്പ് എന്ന് പറയുന്ന ടോപ്പിക്കും റീഡിംഗ് കോംപ്രിഹെൻഷൻ, എറ്റിക്വറ്റ്, ദെൻ റീഡിംഗ് ഷോർട്ട് ഡയലോഗ്സ്, വാം അപ്പ്, വാട്ട് ഡസ് യുവർ ബോഡി ലാംഗ്വേജ് സേ അബൌട്ട് യു. സോ ഈ ഒരു ടോപ്പിക്സ് കൺസിസ്റ്റന്റ്ലി അപ്പിയർ ചെയ്യുന്നുണ്ട് എല്ലാ എക്സാംസിനും. ഇനി മോഡറേറ്റ് ടു ലോ ഫ്രീക്വൻസി ടോപ്പിക്സ് ആണെങ്കിൽ എന്താ പറയാ, അത് വേരിയബിൾ ആണ്. ചില യൂണിറ്റ്സ് നിന്നും ചിലപ്പോൾ ഓരോ എക്സാമിനും ഓരോ യൂണിറ്റിൽ നിന്നാണ് അങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. സോ കൺക്ലൂഷനിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് റീഡിംഗ് കോംപ്രിഹെൻഷനും വാർമിംഗ് അപ്പ് എക്സസൈസും ഹൈലി ഫീച്ചേർഡ് ആണ്. അവിടെ ഭയങ്കര കീ ഫോക്കസ് കൊടുക്കേണ്ട ഏരിയാസ് ആണ്. ഇനി ബ്രോഡ് കവറേജ്, സോ എക്സാമിൽ വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സ് കവർ ചെയ്യുന്നുണ്ട്. എൻഷുറിംഗ് കോംപ്രിഹെൻസീവ് ടെസ്റ്റിംഗ് ഓഫ് ദി സിലബസ്. ഇനി വേരിയബിലിറ്റി നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് വേരിയബിലിറ്റി കാണിക്കുന്നുണ്ട് ടോപ്പിക്സ്, കാരണം ഓരോ എക്സാമിനും ഓരോ ഫോക്കസ് ആണ് വരുന്നത്. പക്ഷെ ഹൈ ഫ്രീക്വൻസി ഉള്ളത് എല്ലാ എക്സാംസിനും ചോദിച്ചാണ്. ഇനി മാർക്ക് വൈസ് വെയിറ്റേജ് എസ്റ്റിമേഷൻ. സോ ഈ ഒരു ഗ്രാഫ് എന്താ പറയാ, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഒരു ഗ്രാഫ് ഉണ്ട്. അതിൽ നമുക്ക് ആവറേജ് മാർക്ക് പെർ ടോപ്പിക്, ഓരോ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് അതിൽ നിന്ന് വരുന്ന ആവറേജ് മാർക്സ്. സോ ദ ഫസ്റ്റ് ബാർ ചാർട്ട് ആദ്യം നമ്മൾ കാണിച്ച ഒരു മാർക്ക് വൈസ് വെയിറ്റേജ് വരുന്ന ആ ഒരു ഗ്രാഫിന് ബേസ് ചെയ്തിട്ടാണ്. സോ ഈ ഒരു ആവറേജ് മാർക്ക് allocated to each topic across different exam. This visualization helps in identifying which topics are emphasized more frequently and carry more weight in exams. In average marks per unit, ഈ ഒരു സെക്കൻഡ് ബാർ ചാർട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ ആവറേജ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അക്രോസ് ഡിഫറെന്റ് യൂണിറ്റ്സ് ആണ്. സോ ഈ ഒരു ഇതിലാണ് ആവറേജ് മാർക്സ് പെർ ടോപ്പിക് വരുന്നത്. അതുപോലെ ഈ ഒരു ഇതിൽ ആവറേജ് മാർക്സ് പെർ യൂണിറ്റും ആവറേജ് മാർക്സ് പെർ ബ്ലോക്കും ആണ് വരുന്നത്. സോ ആവറേജ് മാർക്ക് പെർ യൂണിറ്റ്, അതായത് ഈ ഒരു ബ്ലോക്കിലെ ലെഫ്റ്റ് സൈഡിലുള്ള ഗ്രാഫ്, അതിനെ ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ ഏതൊക്കെ യൂണിറ്റ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ള ഒരു ഐഡിയ ആണ്. ഇനി ആവറേജ് മാർക്സ് പെർ ബ്ലോക്ക്, റൈറ്റ് സൈഡിലുള്ള ഗ്രാഫിൽ ഏത് ബ്ലോക്കിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ള ഒരു ഐഡിയ തന്നെയാണ്. ഇനി ഇതിന്റെ ഈ ഒരു 3 ഗ്രാഫിന്റെയും കീ ഒബ്സർവേഷൻ ആണ് ടോപ്പിക്സ് വിത്ത് ഹൈ ആവറേജ് മാർക്സ്. ഈ ടോപ്പിക്സ് ലൈക്ക് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, വാം അപ്പ് ആൻഡ് റീഡിംഗ് കോംപ്രിഹെൻഷൻ. സോ ഈ ഒരു ടോപ്പിക്സ് കൺസിസ്റ്റന്റ് ആയിട്ട് ഹയർ മാർക്സിനാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ബിക്കോസ് ആ ഒരു ഏരിയയിൽ ഭയങ്കരമായിട്ട് നിങ്ങൾ ഫോക്കസ് കൊടുക്കണം.
എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി യൂണിറ്റ്സ് വിത്ത് ഹൈ ആവറേജ് മാർക്ക് വരുന്നത് യൂണിറ്റ് ബേസിസ് നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് കോൺവെർസേഷൻ, ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. സോ ഈ ഒരു യൂണിറ്റ് ആണ് കൂടുതലും ഈ ഒരു യൂണിറ്റ് നിന്നാണ് കൂടുതൽ മാർക്കിന് ചോദിച്ചിട്ടുള്ളത്. ഇതെന്ന് വെച്ചാൽ ഈ ഒരു യൂണിറ്റ് കവർ ചെയ്യുന്നത് ഫൗണ്ടേഷണൽ കോൺവെർസേഷൻ സ്കിൽസ് ആണ്, അതുപോലത്തെ റിലേഷൻഷിപ്സിനെ ബേസ് ചെയ്തിട്ടും അതിപ്പോൾ നമ്മുടെ ഡെയിലി കമ്മ്യൂണിക്കേഷന് വേണ്ട കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. ഇനി ബ്ലോക്ക് വിത്ത് ഹൈ ആവറേജ് മാർക്ക്. സോ ഇനി ഏത് ബ്ലോക്കിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്ന് വെച്ചാൽ ഗ്രീറ്റിംഗ്സ് ആൻഡ് ഗുഡ് ബൈ, ദ വേൾഡ് അറൗണ്ട് അസ്, ഈ 2 ബ്ലോക്കിൽ നിന്നാണ് കൂടുതൽ മാർക്കിനും ചോദിച്ചിട്ടുള്ളത്. ഇത് ബേസിക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അതുപോലെ തന്നെ എവറിഡേ ഇന്ററാക്ഷൻസും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യൂണിറ്റ്സ് ആണ്. സോ ഇതിനാണ് കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്. ഇനി സ്റ്റഡി പ്രയോറിറ്റൈസേഷൻ നോക്കുകയാണെങ്കിൽ സ്റ്റുഡൻസ് ടോപ്പിക് പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ടോപ്പിക്സും യൂണിറ്റ്സും ഏതൊക്കെയാണെന്ന് വെച്ചാൽ വാമപ്പ് എക്സസൈസ്, കോംപ്രിഹെൻഷൻ ടോപ്പിക്സ്. സോ ഈ 2 ഏരിയാസ് നന്നായിട്ട് സ്റ്റുഡൻസ് ഫോക്കസ് ചെയ്യണം. ഇനി ഫോക്കസ്ഡ് പ്രിപ്പറേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ കൂടുതൽ അറ്റൻഷൻ കൊടുക്കേണ്ട യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഗ്രീറ്റിംഗ്സ് ആൻഡ് ഗുഡ് ബൈ, വേൾഡ് അറൗണ്ട് അസ് എന്ന് പറയുന്ന ബ്ലോക്സ് ആണ്. സോ അതിൽ നിന്നുള്ള യൂണിറ്റ്സിന് നല്ല വെയിറ്റേജ് ഉണ്ട്. ഇനി കോംപ്രിഹെൻസീവ് കവറേജ് ആണെങ്കിൽ ഡിസ്പൈറ്റ് സം ടോപ്പിക് ഹാവിംഗ് ഹയർ മാർക്സ്, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു കവർ ഓൾ യൂണിറ്റ്സ്. എല്ലാ യൂണിറ്റ്സും നിങ്ങൾ കവർ ചെയ്യണം. ബിക്കോസ് കോംപ്രിഹെൻഷന് ആ ഒരു എല്ലാ യൂണിറ്റ്സിനെ ബേസ് ചെയ്തിട്ടും വരുന്നുണ്ട്. മൂവിങ് ഓൺ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് നോക്കുകയാണെങ്കിൽ സോ ഈ ഒരു ബ്ലോക്ക് നോക്കുകയാണെങ്കിൽ റിപ്പീറ്റ് ആയിട്ട് എത്രത്തോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്നാണ്. സോ ഈ ഒരു ബ്ലോക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു ചാർട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള കീ ഒബ്സർവേഷൻ ആണ് ഹൈ ഫ്രീക്വൻസി ടോപ്പിക്. അഗെയിൻ ഹൈ ഫ്രീക്വൻസി ആയിട്ട് വരുന്നത് വാമപ്പ് ആൻഡ് റീഡിംഗ് കോംപ്രിഹെൻഷൻ പ്ലസ് വൊക്കാബുലറി ടോപ്പിക്സ് ആണ്. ഈ ഒരു ടോപ്പിക്സിൽ നിന്നും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അത് നമ്മുടെ ലാംഗ്വേജ് സ്കില്ല് ടെസ്റ്റ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി ലാംഗ്വേജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടോപ്പിക്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി കൺസിസ്റ്റന്റ് യൂണിറ്റ്സ് ലൈക്ക് സ്റ്റാർട്ടിംഗ് ആൻഡ് എൻഡിംഗ് കോൺവെർസേഷൻ, ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. സോ ഇതന്നെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. സജസ്റ്റഡ് ടോപ്പിക് ഫോർ ഫ്യൂച്ചർ എക്സാം. ഇനി അടുത്ത് വരുന്ന എക്സാമിന് സജസ്റ്റ് ചെയ്യുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എഗെയിൻ വാമപ്പ് ആണ്. മൾട്ടിപ്പിൾ യൂണിറ്റ്സ് ഈ ഒരു വാമപ്പ് ക്വസ്റ്റ്യൻസ് വരാം. ഇനി റീഡിംഗ് കോംപ്രിഹെൻഷൻ, വേരിയസ് കോണ്ടെക്സ്റ്റിൽ ബേസ് ചെയ്തിട്ട് റീഡിംഗ് കോംപ്രിഹെൻഷൻ വരാം. വൊക്കാബുലറി, ഗ്രാമർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്. സോ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഹൈ ഫ്രീക്വൻസി ടോപ്പിക് ആൻഡ് യൂണിറ്റ്സ് ആണ് നിങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത്. അതിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ബാലൻസ് പ്രിപ്പറേഷൻ. സോ അതിന് നമ്മൾ റിക്കറിംഗ് ടോപ്പിക്സ് ആണ് കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത്. ensuring comprehensive coverage of all units to be well prepared for any exam variation. So നിങ്ങൾ ആ ഫോക്കസ് കൊടുക്കേണ്ട യൂണിറ്റ്സ് നല്ലോണം ഫോക്കസ് കൊടുക്കുകയും വേണം. പ്ലസ് എല്ലാ ഏരിയാസും കവർ ചെയ്യുകയും വേണം. എല്ലാ യൂണിറ്റ്സും കവർ ചെയ്യണം. ബിക്കോസ് എനി വേരിയേഷൻ ക്യാൻ ഹാപ്പൻ ഡ്യൂറിംഗ് ദി എക്സാം. സോ അതൊക്കെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാ യൂണിറ്റ്സും കവർ ചെയ്യണം. ഇനി പ്രഡിക്ഷൻ ആൻഡ് പ്രോബബിലിറ്റി ഫോർ അപ്കമിങ് എക്സാമിനുള്ള ഒരു പ്രഡിക്ഷൻ ആൻഡ് പ്രോബബിലിറ്റി ആണ്. നമുക്ക് കീ പ്രഡിക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഹൈ പ്രോബബിലിറ്റി ടോപ്പിക്സ്. സോ ഹൈ പ്രോബബിൾ ആയിട്ടും വരാൻ ചാൻസ് ഉള്ള ടോപ്പിക്സ് ആണ് വാമപ്പും റീഡിംഗ് കോംപ്രിഹെൻഷൻ അതുപോലെ വൊക്കാബുലറി. കാരണം അത് ഫ്രീക്വന്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഇനി കൺസിസ്റ്റന്റ്ലി ടെസ്റ്റ് ചെയ്യുന്ന ഏരിയാസ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ്സ് സച്ച് ആസ് സ്റ്റാർട്ടിംഗ് ആൻഡ് എൻഡിംഗ് കോൺവെർസേഷൻ, ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. സോ ഇത് കൂടുതലായിട്ടും എക്സാംസിന് വരുന്നുണ്ട്. ഇനി വിഷ്വലൈസേഷൻ. The bar chart illustrates that predicted probability of various topics appearing in upcoming exams provide a clear view of which topic to prioritize. So ആ ഒരു ചാർട്ട് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെ ടോപ്പിക്സിനാണ് നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്ന്. കൺക്ലൂഷൻ, ഇതിൽ ഫോക്കസ് ഏരിയ ഹൈ പ്രോബബിലിറ്റി ടോപ്പിക്കായ വാമപ്പും റീഡിംഗ് കോംപ്രിഹെൻഷനും വൊക്കാബുലറിയും ആണ് കൂടുതൽ ഫോക്കസ് ഏരിയ കൊടുക്കേണ്ടത്. ബാലൻസ്ഡ് സ്റ്റഡി നോക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലാ യൂണിറ്റിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണ്. ഇനി കോംപ്രിഹെൻസീവ് നോട്ട് ടു ദ ലേണേഴ്സ്. സോ ലേണേഴ്സിനുള്ളൊരു കോംപ്രിഹെൻസീവ് നോട്ടാണ്. എന്താന്ന് വെച്ചാൽ ഈ ഒരു BEGLA 135 ഇംഗ്ലീഷ് ഇൻ ഡെയിലി ലൈഫ് എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ കൂടുതലും അണ്ടർസ്റ്റാൻഡിങ് പാറ്റേണും ട്രെൻഡ്സും, പ്രീവിയസ് എക്സാമിന്റെ പാറ്റേണും ട്രെൻഡ്സും മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് കൂടുതലും എഫക്റ്റീവ് ആവും. എക്സാം എങ്ങനെ നമുക്ക് ഒരു ഐഡിയ കിട്ടും എവിടെയൊക്കെ ഫോക്കസ് ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. സോ ഈ ഒരു ഇതെന്ന് വെച്ചാൽ ഈ ഒരു
വീഡിയോ സെഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഗൈഡാണ്, എവിടെയൊക്കെ ഫോക്കസ് ചെയ്യണം, ഏതൊക്കെയാണ് റിപ്പീറ്റഡ് ടോപ്പിക്സ് വരുന്നത്, അതുപോലെ തന്നെ ഒരു ഹിസ്റ്റോറിക്കൽ ഡാറ്റ അനാലിസിസ് വെച്ച് നിങ്ങൾക്ക് ടിപ്പും തരുന്നുണ്ട്. സോ ഈ ഒരു ഗൈഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ എക്സാം പ്രിയോറിറ്റൈസ് ചെയ്തിട്ട് മാക്സിമം എഫേർട്ട് എടുത്തിട്ട് പഠിക്കുക. സോ യു വിൽ എന്താ പറയുക, നിങ്ങൾക്ക് വിന്നിങ് ചാൻസസ് ഭയങ്കര കൂടുതലായിരിക്കും. ഓക്കെ, ഇനി കീ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് വാർമിംഗ് അപ്പ് എക്സസൈസസ് ആണ്. ഇവിടെ എന്താ പറയാ, ഫ്രീക്വൻലി ടെസ്റ്റഡ് അക്രോസ് മൾട്ടിപ്പിൾ യൂണിറ്റ്സ് എന്ന് ഈ ഒരു വാം അപ്പ് എക്സസൈസസ് എന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ എസ്പെഷ്യലി എന്താ പറയാ, ഇൻട്രൊഡക്ടറി എക്സസൈസസ് ആണ് ഇത്. ഇൻട്രൊഡക്ഷനിൽ ഫസ്റ്റ് സെക്ഷനിലൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ വാം അപ്പ് എക്സസൈസസ്. ഈ റീഡിംഗ് കോംപ്രിഹെൻഷൻ നോക്കുകയാണെങ്കിൽ ഡിഫറെന്റ് കോണ്ടെക്സ്റ്റ് എന്ന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാസേജ് തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഇനി വൊക്കാബുലറി നോക്കുകയാണെങ്കിൽ അതും യൂണിറ്റ് വൈസ് സ്പ്രെഡ് ആണ്. എല്ലാ യൂണിറ്റ്സിലും ഉണ്ട് ഓൾമോസ്റ്റ് ഓൾ വൊക്കാബുലറിയും അണ്ടർസ്റ്റാൻഡിങ് വേർഡ്സ് ഒക്കെ ഓരോ കോണ്ടെക്സ്റ്റിൽ ഓരോ വേർഡ്സും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഗ്രാമർ നോക്കുകയാണെങ്കിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ്, ആഡ്വേർബ്സ്, ആൻഡ് ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ് കൂടുതലും ടെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗ്രാമർ റൂൾസും അതിന്റെ പ്രാക്ടീസ് അതെവിടെയൊക്കെ അപ്ലൈ ചെയ്യണം എന്നുള്ളതും ചോദിച്ചിട്ടുണ്ട്. ഇനി ഇമ്പോർട്ടൻറ്റ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് കോൺവെർസേഷൻ. സോ അവിടെ ഈ ഒരു യൂണിറ്റിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. നല്ല ഹൈ മാർക്സിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചതും ഇതിൽ നിന്നാണ്. അതുപോലെ ഡയലോഗ്, കോൺവെർസേഷൻ ടെക്നിക്സ് ഇതൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് പറയുന്ന യൂണിറ്റിൽ എന്താ പറയുക, അത് കൺസിസ്റ്റന്റ് ആയിട്ട് വരുന്ന യൂണിറ്റ് ആണ്. അത് നമ്മുടെ ഡെയിലി നമ്മുടെ റിലേഷൻഷിപ്സ് അതുപോലെ തന്നെ ഡെയിലി ആക്ടിവിറ്റീസിനൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ്. അതുപോലെ തന്നെ ഫീലിങ്സ് എന്ന് പറയുന്ന യൂണിറ്റിലും റെഗുലർലി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഇമോഷൻസും അതുപോലെ അണ്ടർസ്റ്റാൻഡിങ് റിലേറ്റഡ് ടു വൊക്കാബുലറി ബേസ് ആണ് ആ ഒരു ക്വസ്റ്റ്യൻ. അതിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് കൂടുതലും നമ്മുടെ ഇമോഷൻസ് അതുപോലെ അണ്ടർസ്റ്റാൻഡിങ് ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഗ്രീറ്റിംഗ്സ് ആൻഡ് ഗുഡ് ബൈ ആണ്. സോ ആ ഒരു ബ്ലോക്കിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ബിക്കോസ് ആ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിന്റെ ഒരു ഫൗണ്ടേഷണൽ ബ്ലോക്കാണ്. പിന്നെ ദ വേൾഡ് അറൗണ്ട് അസ്, അതിൽ നിന്ന് എവറിഡേ ഇന്ററാക്ഷൻസും ഡിസ്ക്രിപ്റ്റീവ് സ്കിൽസും. സോ ആ ഒരു യൂണിറ്റ് ഫോക്കസ് ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളാണ്. ഇനി ടിപ്സ് ഫോർ എക്സാം പ്രിപ്പറേഷൻ ആണ്. നിങ്ങൾ ഹൈ പ്രോബബിലിറ്റി ഉള്ള ടോപ്പിക്സ് പ്രിയോറിറ്റൈസ് ചെയ്യാം. സോ ബേസ്ഡ് ഓൺ ഹിസ്റ്റോറിക്കൽ ഡാറ്റ, വാമപ്പ്, റീഡിംഗ് കോംപ്രിഹെൻഷൻ, വൊക്കാബുലറി. സോ ഇതാണ് കൂടുതലും അപ്പിയർ ചെയ്യുന്നത്. സോ അത് നിങ്ങൾ ഒന്നും കൂടി അതിന് ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന് ഒന്നുകൂടി ഫോക്കസ് കൊടുക്കുക. കോംപ്രിഹെൻസീവ് റിവ്യൂ നോക്കുകയാണെങ്കിൽ എന്താ പറയാ, ഈ ഒരു ഹൈ പ്രോബബിലിറ്റി ടോപ്പിക്സ് ഫോക്കസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എല്ലാ യൂണിറ്റും പഠിച്ചിരിക്കണം. കാരണം എന്താ പറയാ, ഓരോ യൂണിറ്റും ഡിഫറെന്റ് ടോപ്പിക്സ് ആണ് കവർ ചെയ്യുന്നത്. സോ എക്സാമിൽ ആ ഒരു ഡിഫറെന്റ് ടോപ്പിക്സ് ഓൾറൗണ്ട് പ്രിപ്പറേഷൻ എന്തായാലും വേണം എന്നുള്ളത് കാണിച്ചു തരുന്നുണ്ട്. കാരണം ഓരോ വെറൈറ്റി ടോപ്പിക്സ് ഇന്നും ചോദിക്കുന്നുണ്ട് എക്സാമിന്. പ്രാക്ടീസ് റെഗുലർലി, അതായത് റെഗുലർലി നിങ്ങൾ റീഡിങ്, ലിസണിങ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് ഈ ഒരു ഡെയിലി ഇത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി സിമ്പിൾ ആയിരിക്കും. അതായത് സാമ്പിൾ പാസേജസും യൂസ് ചെയ്യുക, അതുപോലെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്ത് നിങ്ങളുടെ സ്കില്ല് എൻഹാൻസ് ചെയ്യുക. ഇനി ഫോക്കസ് ഓൺ ഗ്രാമർ ആൻഡ് വൊക്കാബുലറി. നിങ്ങൾ സ്പെഷ്യൽ അറ്റൻഷൻ ഗ്രാമാറ്റിക്കൽ റൂൾസിനും അതുപോലെ വൊക്കാബുലറി ബിൽഡിങ്ങിനും എന്താ പറയുക ഒരു സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കേണ്ടതാണ്. നമുക്ക് ഫ്ലാഷ് കാർഡ്സ്, ഗ്രാമർ എക്സസൈസസ്, വൊക്കാബുലറി ലിസ്റ്റ് ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഏരിയാസ് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഏരിയ എൻഹാൻസ് ചെയ്യാം. ഇനി ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ ചെയ്യാം. അതാണ് മെയിൻ വേ. എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് മോക്ക് ടെസ്റ്റുകൾ ചെയ്യാം. സോ ഇത് നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. എഫക്റ്റീവ്ലി നമുക്ക് എങ്ങനെ ടൈം മാനേജ്മെന്റ് പഠിക്കാം എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് മോക്ക് ടെസ്റ്റ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഏതൊക്കെ ഏരിയാസ് നിങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടും ഒരു ഐഡിയ കിട്ടും. ഏതൊക്കെ ഏരിയാസ് നിങ്ങൾ ഒന്നും കൂടി പഠിക്കണം എന്നുള്ളതും മോക്ക് ടെസ്റ്റിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി റിവ്യൂ പാസ്റ്റ് പേപ്പേഴ്സ് നിങ്ങൾ അനലൈസ് ചെയ്യണം. സോ ഇതിന് എന്താ മനസ്സിലാക്കാന്ന് വെച്ചാൽ, by focusing on identify high probability topics and practicing regularly, you can enhance your preparation for BEGLA 135 English in daily life. So ഇതൊക്കെയാണ് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ടിപ്സ്. ഇനി നമുക്ക് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ അതൊന്ന് നോക്കാം. സോ 3 hours ആണ് നിങ്ങൾക്ക് ടൈം. മാക്സിമം മാർക്സ് എന്ന് പറയുന്നത് 100 ആണ്.
സോ നോട്ട് അറ്റംപ്റ്റ് ഓൾ ക്വസ്റ്റ്യൻസ്, എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യണം. സോ ഇതൊരു ജൂൺ 2024 എക്സാമിൻ്റെ ഒരു പ്രൊഡക്റ്റീവ് പേപ്പറാണ്. സോ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ ഒരു റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ്. റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. സോ ഇവിടെ നിങ്ങൾക്ക് ഒരു ട്രിക്ക് പറഞ്ഞുതരാം. സോ ആദ്യം പാസേജ് വായിക്കുന്നതിന് മുന്നേ നമ്മൾ ക്വസ്റ്റ്യൻസ് വായിക്കുക. സോ വാട്ട് ആർ ദ കീ എലമെന്റ്സ് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ മെൻഷൻഡ് ഇൻ ദ പാസേജ്, then how does the body language influence communication and provide examples. So ഈ ഒരു ക്വസ്റ്റ്യൻസ്, ഓരോ ക്വസ്റ്റ്യൻസ് വായിക്കാം. സോ എന്നിട്ട് വേണം നിങ്ങൾ ഈ ഒരു പാസേജ് വായിക്കാൻ. സോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും ക്വസ്റ്റ്യൻസിന്റെ. അതുപോലെ തന്നെ ഇവിടെ പ്രൊവൈഡ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ഫോർ പാസേജ്, ഈ ഒരു പാസേജിന് വേണ്ട സ്യൂട്ടബിൾ ടൈറ്റിൽ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻസ് പാസേജിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ പാസേജ് നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് വേണം പാസേജ് വായിക്കണം, അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ അതൊരു ടിപ്പാണ്. ദെൻ മൂവിങ് ഓൺ, ഇനി നമുക്ക് പിക്ക് ഔട്ട് ദ വേർഡ്സ് ഫ്രം ദ പാസേജ്. സോ ഇതൊരു വൊക്കാബുലറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ക്വിക്നെസ്സിന് പാരഗ്രാഫ് 2 ക്വിക്നെസ്സിന് ഒരു എക്സാമ്പിൾ നോക്കാം. പാരഗ്രാഫ് 2 ക്വിക്നെസ്സിന് പറ്റുന്ന ഒരു വേർഡ്. ഓക്കെ, ക്വിക്നെസ് പറഞ്ഞാൽ ഓക്കെ വി ക്യാൻ ലുക്ക്. ക്വിക്നെസ്സിന് വേണമെങ്കിൽ ഇൻസ്റ്റന്റ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, ഇമെയിൽസ് ആൻഡ് ഇൻസ്റ്റന്റ് നമുക്ക് ക്വിക്നെസ്സിന് ഒരു പറ്റുന്ന ഒരു വേർഡാണ്. സോ ആ ഒരു ബേസിസിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ദെൻ മേക്ക് സെന്റൻസ് ഓഫ് യുവർ ഓൺ യൂസിങ് ദ വേർഡ്സ് ആൻഡ് ഫ്രേസസ്. സോ ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2 റൈറ്റിംഗ് സ്കിൽസ് ആണ്. സോ റൈറ്റിംഗ് സ്കിൽസിൽ ഷോർട്ട് നോട്ട് എഴുതാനാണ്. എനി 2 ഓഫ് ദ ഫോളോയിങ് ആണ്. സോ അതിൽ 300 and 350 വേർഡ്സിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിക് ചൂസ് ചെയ്തിട്ട് അത് 2 ടോപ്പിക്സിൽ നിന്ന് നിങ്ങൾക്ക് 300 to 350 വേർഡ്സിന് ഓരോ ഷോർട്ട് നോട്ട്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ക്വസ്റ്റ്യൻ 3 ഗ്രാമർ ആൻഡ് വൊക്കാബുലറി, അതും 20 മാർക്സിനാണ് വരുന്നത്. സോ അതിൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ് ഫസ്റ്റ്. സോ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് നിങ്ങൾക്ക് മോൾ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സോ അതിന് ബേസ് ചെയ്തിട്ട് ചെയ്യാം. ബൈ ദ ടൈം വി അറൈവ് ആണ് ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത്. സോ അതന്നെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. ഇനി ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് കറക്റ്റ് പ്രിപ്പോസിഷൻ ബേസ് ചെയ്തിട്ടാണ്. അതിന് ഓപ്ഷൻസ് ഒന്നുമില്ല. ഹീസ് ഇൻട്രസ്റ്റഡ് ഇൻ ലേണിംഗ് ന്യൂ ലാംഗ്വേജ്, അവിടെ ഇന്നാണ് വരുന്നത് എക്സാമ്പിൾ. ബാക്കി നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. ഇനി ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് കറക്റ്റ് ആർട്ടിക്കിൾസ്. ഷീ ബോട്ട് എൻ അംബ്രല്ല ആൻഡ് വരുന്നുണ്ട്. സോ അതുപോലെ നിങ്ങളും ആർട്ടിക്കിൾസ് നോക്കിയിട്ട് ബാക്കി ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യാം. ഇനി ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് അപ്രോപ്രിയേറ്റ് മോഡൽസ് നോക്കുകയാണെങ്കിൽ അതിന് മോഡൽസ് മുകളിൽ തന്നിട്ടുണ്ട്. മസ്റ്റ്, ഷുഡ്, ക്യാൻ, മൈറ്റ്, വുഡ്. അതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ അതും നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് കറക്റ്റ് യൂസേജ് ട്രൈ ചെയ്യുക, ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4 ഡയലോഗ് റൈറ്റിംഗ് ആണ്. സോ ഒരു സ്റ്റുഡൻറ്റും ഒരു കരിയർ കൗൺസിലറും തമ്മിൽ കരിയർ ഓപ്ഷൻസ് ആഫ്റ്റർ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുള്ള കരിയർ ഓപ്ഷൻസിനെ കുറിച്ചിട്ടുള്ള ഡിസ്കഷന് ഒരു എന്താ പറയുക ഡയലോഗ് എഴുതാനാണ്. ടേക്ക് അബൌട്ട് 10 ടേൺസ്, അത് 10 മാർക്കിനാണ്. അപ്പം 10 ടേൺസ് ഉണ്ട്. ഓരോന്നും എന്താ പറയുക 10 കോൺവെർസേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എക്സ്ചേഞ്ച് 10 ടേൺസ് എടുത്തിട്ട് നിങ്ങൾ എഴുതണം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 5 എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അതിൽ നമ്മൾ 400 to 500 വേർഡ്സിനുള്ളിലാണ് എഴുതേണ്ടത്. അതിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്സ് ഏതെങ്കിലും 4 ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു ടോപ്പിക് എടുത്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു 400 to 500 വേർഡ്സിന്റെ ഉള്ളിൽ ഒരു എസ്സേ എഴുതാനാണ് 5th ക്വസ്റ്റ്യൻ. സോ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഒരു ബേസിക് ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു മോഡലാണ്. ഇതൊരു മോഡലാക്കി എടുത്തിട്ട് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യാം മോക്ക് ടെസ്റ്റ്. സോ ഇത്രയേ ഉള്ളൂ. ഹോപ്പ് യു ഹാവ് ഗോട്ട് എൻ ഐഡിയ. ഈ ഏതൊക്കെ ഏരിയാസ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യണം, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. That's all. Thank you so much for watching. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്
മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവ് ആയ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട്. 7592939616 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, നോട്ട് ചെയ്ത് വെക്കുക. 7592939616. So all the best for your upcoming IGNO exams. Thank you.